ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രദേശം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യമൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തും മനുഷ്യാവകാശ ചിന്തകളിലും ലോകം അത്രമേൽ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നല്ലൊരു ഭാഗത്തും സാമൂഹ്യ മുന്നേറ്റത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വലിയ പങ്ക് വഹിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലും ഇന്ത്യയിലാകെയും അത്തരം ശുഭസൂചനകൾ നൽകുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ലോകം ഒരു പരിഷ്കൃത സമൂഹമായി രൂപമാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് നാം അഭിമാനത്തോടെ വിളിച്ചു പറയുമ്പോഴാണ് മറുവശത്ത് പ്രാകൃത രീതികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം ചവിട്ടി അരയ്ക്കപ്പെടുന്നത്. അത് മറ്റെവിടെയുമല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനിൽ അഥവാ താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലാണ്. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ സ്ത്രീകൾക്ക് അതൊരു നരകതുല്യമായ ജീവിതമാണ് സമ്മാനിക്കുന്നത്. താലിബാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകൾ കേവലം ഭരണപരമായ നിയന്ത്രണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഒരു ജനതയുടെ പകുതിയോളം വരുന്ന സ്ത്രീ സമൂഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുക, അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുക, സ്വന്തം വീടിനുള്ളിൽ പോലും തടവുകാരാക്കുക തുടങ്ങിയ ക്രൂരതകളാണ് അവിടെ അരങ്ങേറുന്നത്. നിയമത്തിന്റെ പരിരക്ഷയോടെയാണ് ഇവയെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് അഫ്ഗാൻ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാത്തത് ഈ അവസ്ഥയെ കൂടുതൽ ഭയാനകമാക്കുന്നു. കളിപ്പാട്ടങ്ങളും വർണ്ണക്കുപ്പായങ്ങളും അണിഞ്ഞ് കൂട്ടുകാരോടൊപ്പം അക്ഷരമുറ്റത്തേക്ക് പോകേണ്ട 6-ാം വയസ്സിലാണ് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ മണിയറയിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുന്നത് എന്നത് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനെയും നെഞ്ചുലയും. താലിബാൻ ഭരണകൂടം രാജ്യത്ത് പാസാക്കിയ ഏറ്റവും പുതിയ നിയമമനുസരിച്ച് ഏതൊരു മുതിർന്ന പുരുഷനും 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നിയമം അനുവാദം നൽകുന്നു. 9-ാം വയസ്സിൽ പെൺകുട്ടിക്ക് വിവാഹമോചനത്തിന് താലിബാൻ കോടതിയെ സമീപിക്കാമെന്ന ഒരു വ്യവസ്ഥ ഇതിനോടകം ചേർത്തിട്ടുണ്ടെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള ആർക്കും ഇതിനെ ഒരു ആശ്വാസ വ്യവസ്ഥയായി കാണാൻ കഴിയില്ല. 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കോടതിയെ സമീപിക്കാനോ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ കഴിയുക എന്നത് താലിബാന്റെ വികലമായ നിയമവ്യവസ്ഥയുടെ നേർചിത്രമാണ് കാണിക്കുന്നത്. വിവാഹപ്രായം 6 ചുരുക്കിയ ഈ കാടൻ നിയമത്തിൽ പെൺകുട്ടിയുടെ യാതൊരുവിധ സമ്മതവും ആരായേണ്ടതില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഇത്തരം ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് 1960കളിലും 70കളിലും അഫ്ഗാൻ സ്ത്രീകൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവർ പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും സർവകലാശാലകളിൽ പഠിക്കുകയും ഡോക്ടർമാരും അധ്യാപകരും രാഷ്ട്രീയക്കാരുമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ രാഷ്ട്രീയ അട്ടിമറികളും ആഭ്യന്തര യുദ്ധങ്ങളും രാജ്യത്തെ തകിടം മറിച്ചു. തുടർന്ന് 2021 ഓഗസ്റ്റിലാണ് 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണ നിയന്ത്രണത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത്. താലിബാന്റെ ഈ 2-ാം വരവിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നും അവർ കൂടുതൽ മിതവാദികളാകുമെന്നും ലോകത്തെ പല കോണുകളിൽ നിന്നും പ്രതീക്ഷകൾ ഉയർന്നിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് തങ്ങളുടെ മുൻകാല ഭരണത്തേക്കാൾ ക്രൂരമായ പ്രാകൃത രീതികളുടെ പൊടി തട്ടിയെടുക്കലാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തി 5 വർഷത്തോടടുക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് മൂക്കുകയറിടുന്ന 140ഓളം നിയമങ്ങളാണ് താലിബാൻ ഭരണകൂടം പുതുതായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കൊടും ക്രൂരതകളെ നിയമസാധുതയുള്ളതാക്കി മാറ്റിയ വ്യവസ്ഥകളാണ് ഇവയെല്ലാം. ഇതിലേറ്റവും ദയനീയമായ അവസ്ഥ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിലക്കാണ്. 12 വയസ്സിന് ശേഷം, അതായത് പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു പെൺകുട്ടിക്കും സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാനുള്ള അനുവാദമില്ല. അറിവ് നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതിലൂടെ ഒരു തലമുറയെ മുഴുവൻ അന്ധകാരത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത്. പഠനത്തിനോ അന്തസ്സായി ജോലി ചെയ്യാനോ ഇന്നത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ യാതൊരുവിധ അനുവാദവുമില്ല. അവിടെ സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും ഈ നിയമങ്ങൾ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് 80% സ്ത്രീകളെയാണ് താലിബാൻ ഒറ്റയടിക്ക് പുറത്താക്കിയത്. ബാങ്കുകൾ, കോടതികൾ, സന്നദ്ധ സംഘടനകൾ, ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികൾ എന്നിവയിലെല്ലാം സ്ത്രീ ജീവനക്കാർക്ക് പൂർണ്ണമായ വിലക്കേർപ്പെടുത്തി. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക മാത്രമല്ല, രാജ്യത്തെ വലിയൊരു വിഭാഗം കുടുംബങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുകയും ചെയ്തു. കൊടും പട്ടിണിയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും യുദ്ധക്കെടുതിയിലും വലയുന്ന ഈ രാജ്യത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് പണത്തിനോ ഭക്ഷണത്തിനോ വേണ്ടി വിൽക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥയിലാണ് അവിടുത്തെ മാതാപിതാക്കൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പരിശോധിച്ചാൽ ഏതൊരു ജനാധിപത്യ സമൂഹവും ഞെട്ടിപ്പോകും. ഒറ്റയ്ക്ക് വീടിന് പുറത്തേക്കിറങ്ങാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു സ്ത്രീക്കും അവകാശമില്ല. പുറത്തു പോകണമെങ്കിൽ പിതാവോ സഹോദരനോ ഭർത്താവോ ആയ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണം. ഈ പുരുഷ തുണയില്ലാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കടുത്ത ശിക്ഷാ നടപടികൾക്ക് ഇരയാകേണ്ടി വരുന്നു. ഇതിലും ക്രൂരമായ കാര്യം, പൊതുസ്ഥലത്തോ വീടുകളിലോ വെച്ച് ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയെയും ശിക്ഷിക്കാനുള്ള അധികാരം ഈ പുതിയ നിയമങ്ങൾ വകവെച്ച് നൽകുന്നു എന്നതാണ്.
സ്ത്രീകളെ വെറും ജീവനില്ലാത്ത വസ്തുക്കളായി മാത്രം കാണുന്ന ഒരുതരം പ്രാകൃത മനോഭാവമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. കുടുംബജീവിതത്തിലും വിവാഹ ബന്ധങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങൾ വിവരണാതീതമാണ്. വിവാഹം കഴിച്ച സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പോലും ഭർത്താവിന് നിയമം അനുവാദം നൽകുന്നുണ്ട്. ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അഫ്ഗാൻ സ്ത്രീകൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഭർത്താവിന് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കാനും ശാരീരികമായി പീഡിപ്പിക്കാനും താലിബാന്റെ പുതിയ നിയമങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഇതിലെ അനീതി വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം നിയമത്തിലെ ശിക്ഷാ വ്യവസ്ഥകളിൽ തന്നെയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ ചെറിയൊരു തെറ്റിന് പോലും 5 മാസം വരെ തടവ് ശിക്ഷ നൽകാൻ വ്യവസ്ഥയുള്ള ഈ നിയമത്തിൽ സ്വന്തം ഭാര്യയുടെ അസ്ഥി തല്ലിയൊടിക്കുന്ന ക്രൂരത കാണിക്കുന്ന ഭർത്താവിന് ലഭിക്കുന്നത് വെറും 15 ദിവസത്തെ തടവ് ശിക്ഷ മാത്രമാണ്. ഇത്തരം ശാരീരിക പീഡനങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമായ കാര്യവുമാണ്. ഒരു സ്ത്രീക്ക് താലിബാന്റെ കോടതിയിൽ തൻ്റെ ശരീരം പരസ്യമായി കാണിക്കാതെ പീഡനം തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും പ്രതിയായ പുരുഷന് എന്തെങ്കിലും ശിക്ഷ ലഭിക്കുക. കർശനമായ വസ്ത്രധാരണ രീതികളും മുഖം പോലും മറയ്ക്കണമെന്ന നിയമവുമുള്ള ഒരു രാജ്യത്ത് കോടതിയിൽ ശരീരം കാണിക്കാതെ പീഡനം തെളിയിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. തങ്ങളെ ശാരീരികമായി ദ്രോഹിക്കുന്ന പുരുഷന്മാർക്ക് നിയമത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് തിരിച്ചറിയുന്നതോടെ സ്ത്രീകൾ പൂർണ്ണമായും നിസ്സഹാരായി മാറുന്നു. അഫ്ഗാൻ സ്ത്രീകളുടെ ബാഹ്യലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ പോലും ജനാലകൾ വഴി പുറത്തേക്ക് നോക്കാതിരിക്കാൻ വീടുകളുടെ ജനലുകളെല്ലാം ഇഷ്ടികകളും സിമന്റും ഉപയോഗിച്ച് മൂടിയിരിക്കുകയാണ്. ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് വെച്ചോ അല്ലാതെയോ മറ്റൊരു പുരുഷനെ നോക്കുന്നതിനോ സംസാരിക്കുന്നതിനോ കർശനമായ വിലക്കുണ്ട്. സ്ത്രീകളുടെ ശബ്ദം പോലും പൊതു ഇടങ്ങളിൽ കേൾക്കാൻ പാടില്ലെന്നാണ് പുതിയ താലിബാൻ ഫത്വകൾ വ്യക്തമാക്കുന്നത്. സ്വന്തം വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുട്ടറകളിൽ ശ്വാസം മുട്ടി കഴിയേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരവസ്ഥ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. ഈ കൊടും യാതനകളും നിരന്തരമായ പീഡനങ്ങളും സഹിക്കാനാകാതെ അഫ്ഗാനിസ്ഥാനിൽ ദിനംപ്രതി നിരവധി സ്ത്രീകളാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് ചിന്തിക്കാൻ തക്കവണ്ണം അവരുടെ മാനസികാവസ്ഥ തകർന്നു പോയിരിക്കുന്നു. ഒരു കാലത്ത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് വിഷാദ രോഗത്തിനും കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ട് സ്വന്തം ജീവൻ ഒടുക്കുന്നു എന്നത് ആധുനിക ലോകത്തിന് തന്നെ വലിയൊരു നാണക്കേടാണ്. സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്ക് ഇത്രയധികം ഉയർന്ന മറ്റൊരു രാജ്യം ഇന്ന് ലോകത്തുണ്ടാകില്ല. ഏറ്റവും ഭയപ്പെടുത്തുന്നതും ചിന്തിക്കപ്പെടേണ്ടതുമായ കാര്യം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോട് താലിബാൻ ഭരണകൂടം കാണിക്കുന്ന ഈ ക്രൂരതകളോട് രാജ്യാന്തര സമൂഹം പുലർത്തുന്ന വിചിത്രമായ മൗനമാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന വൻശക്തി രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അഫ്ഗാൻ വിഷയത്തിൽ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. സാമ്പത്തിക താൽപ്പര്യങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും മുൻനിർത്തി പല രാജ്യങ്ങളും താലിബാനുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാകുമ്പോൾ അവിടെ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളാണെന്ന കാര്യം വിസ്മരിക്കാനാവില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.